ഹായ് ഫ്രണ്ട്സ്. അപ്പം ഞാൻ എന്താ ഉണ്ടാക്കുന്നതെന്നല്ലേ, അപ്പം ഞാൻ ഇന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള പുറപ്പാടാണ്. അത് ഉണ്ണിയപ്പം ചട്ടിയെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഉണ്ണിയപ്പം ഉണ്ടാക്കാനാണ്. അതിന് വേണ്ടി ഞാൻ പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2-3 പഴം ഇട്ട് ഏലക്ക ഇട്ട് ശർക്കര എടുത്തതാണ് കേട്ടോ. അതിനാവശ്യത്തിനായ ശർക്കര എല്ലാവർക്കും അറിയാമല്ലോ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതിന് വേണ്ടുന്ന ശർക്കര പാനിയാക്കി അത് അതിനകത്തോട്ട് ഒഴിച്ചിട്ട് നമുക്കിനി ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തുകൊണ്ട് മിക്സിയിൽ അരച്ചുകൊണ്ട് വരാം. നന്നായിട്ട് മിക്സിയിൽ അരച്ച് എടുത്തുകൊണ്ട് വന്ന് നമുക്കൊരു പാത്രത്തിൽ ഒഴിച്ച് വയ്ക്കാം. എന്നിട്ട് അപ്പോഴത് ഞാൻ മിക്സിയിൽ അരയ്ക്കാൻ കൊണ്ടുപോവുകയാണ്. മിക്സിയിൽ അരച്ചിട്ട് കൊണ്ടുവരാം. എന്നിട്ട് നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് തേങ്ങ കൊത്ത് അരിഞ്ഞതിട്ട് നന്നായിട്ട് മൂപ്പിച്ച് ഗോൾഡൻ കളറാവുന്നത് വരെ മൂപ്പിച്ച് എടുക്കാം. മൂപ്പിച്ചെടുത്തിട്ട് നമുക്കത് കോരി പിന്നെ ഈ അരച്ച് വെച്ചേക്കുന്ന പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. നാട്ടിൽ പോയപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കിയതാണ്. അപ്പം ഞാൻ അരച്ച് വെച്ച മാവിലോട്ട് തേങ്ങാക്കൊത്തിട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്തിട്ട് നന്നായിട്ട് ഇളക്കി ഞാനിത് രാത്രിയിലാണിത് അരച്ച് വയ്ക്കുന്നത്. രാവിലെ വന്നാണ് ഞാനിത് ചുടാനൊരുങ്ങുന്നത്. അപ്പോഴത്തേന് നന്നായിട്ടത് പുളിച്ച് പൊങ്ങിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പച്ചട്ടിയാണ്. അപ്പോൾ അതിൽ ആകുമ്പോൾ നമുക്ക് എണ്ണ കുറച്ച് മതി. കുറച്ച് എണ്ണ കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ കുറച്ച് നെയ്യ് അതിലൊഴിച്ച് കൊടുക്കുകയാണ്. നെയ്യ് ഒഴിച്ചിട്ട് ഞാനിത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കുഴിയിൽ ഇത് മതി. അങ്ങനെ അത് ഒഴിച്ച് കൊടുത്തിട്ട് ആ എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് ഈ മാവ് കുറേശ്ശെ കോരി ഒരു ഗ്ലാസ്സിലൊഴിച്ചിട്ട് അതിൽ നമുക്ക് അതിൻ്റെ കണ്ണിലര വീതം ഒഴിച്ച് നന്നായിട്ട് ചൂടാകുമ്പം എടുക്കാം. അപ്പോൾ എല്ലാം നന്നായിട്ട് എണ്ണ എല്ലാം ചൂടായിട്ടുണ്ട്. അപ്പം നമുക്കത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി അത് തിരിച്ചിട്ട് കൊടുക്കണം. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് നല്ല പെർഫെക്റ്റായിട്ട് വന്നു. ഉണ്ണിയപ്പം നല്ല അടിപൊളിയായിട്ട് വന്നു. സൂപ്പർ ഉണ്ണിയപ്പമായിരുന്നു. അപ്പോൾ ഞാൻ നാട്ടിൽ ചെന്നതിൻ്റെ പിറ്റെന്നാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കിയത്. അപ്പോൾ അതെല്ലാം വേകാറായി. ഇനി നമുക്കതെടുത്ത് ഒരു പാത്രത്തിലോട്ട് വയ്ക്കാം. നല്ലൊരു പാത്രത്തിലോട്ട് എടുത്ത് വയ്ക്കാം. നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ട് എടുത്ത് വയ്ക്കാം. നല്ല സൂപ്പർ അടിപൊളി ഉണ്ണിയപ്പമാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ഉണ്ണിയപ്പമാണ്. അപ്പം നമുക്കത് ഒരു പാത്രത്തിലോട്ട് ഇട്ട് വയ്ക്കാം. പാത്രത്തിലോട്ട് ഇട്ട് വെച്ചിട്ട് നമുക്കിതെല്ലാം ബാക്കിയെല്ലാം ചുട്ടെടുത്ത് എല്ലാം നന്നായിട്ട് ചുട്ടെടുത്ത് കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നല്ല അടിപൊളി ഉണ്ണിയപ്പം, നല്ല ചൂട്, നല്ല സൂപ്പർ ഉണ്ണിയപ്പമാണ്. നല്ല പെർഫെക്റ്റായിട്ട് എല്ലാം വന്ന് നല്ല അടിപൊളിയാണ്. നല്ല പഴത്തിൻ്റെ ടേസ്റ്റും ഇടയ്ക്കിടയ്ക്ക് തേങ്ങാക്കൊത്ത് കടിക്കാൻ കിട്ടുന്നത് എല്ലാം നല്ല അടിപൊളിയാണ്. സൂപ്പർ ഉണ്ണിയപ്പമായിരുന്നു. അപ്പം ഞാൻ ചെന്നതിൻ്റെ പിറ്റേന്ന് ഞാൻ നാഗർകോവിൽ എൻ്റെ അമ്മാവിയെ കാണാൻ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഉണ്ടാക്കിയതായിരുന്നു. നല്ല സൂപ്പറായിട്ട് വന്ന് ഞാനങ്ങനെ പിറ്റേന്ന് നാഗർകോവിൽ പോവുകയും ചെയ്തു. ഞാനും മോനും കൂടെ, ഇളയ മോനും കൂടെ. എൻ്റെ ക്യാമറ മോൻ്റെ ഇളയ മോനാണ്. അപ്പം അടുത്ത വീഡിയോ കാണുമ്പോഴേ ബായ്.